ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാരും രാജ്ഭവനുമിടയിൽ സംഘർഷത്തിന്റെ പുകച്ചുരുൾ ഉയരുകയാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ ഒരുക്കിയ സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആവശ്യപ്പെട്ടതാണ് പുതിയ വിവാദം. ഭരണഘടനാ സ്ഥാപനത്തിന് യോജിച്ചതല്ല രാജ്ഭവന്റെ നടപടി എന്നതാണ് പരിപാടി ഉപേക്ഷിക്കാനുള്ള സർക്കാരിന്റെ ന്യായം. RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം എങ്ങനെ സർക്കാർ പരിപാടിയിൽ ഉൾപ്പെട്ടു എന്നതിലാണ് വിയോജിപ്പ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒഴിഞ്ഞ ശേഷമുള്ള രാജ്ഭവൻ സർക്കാർ സമന്വയ പാതയിലെ പുതിയ വിള്ളലായി ഭാരതാംബ വിവാദം മാറുകയാണ്. എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. മുതിർന്ന CPIM നേതാവ് ഡോക്ടർ A. സമ്പത്ത്, BJPയിലെ ശ്രീ VP ശ്രീപത്മനാഭൻ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. ഡോക്ടർ സമ്പത്ത്, രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വേണം ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ഈ സർക്കാർ പരിപാടി സംഘടിപ്പിക്കാൻ എന്ന നിർബന്ധമുണ്ടാകുമ്പോൾ കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞത് ബാഹ്യശക്തികൾ രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അപകടകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഗവർണറുടെ നിർബന്ധം രാജ്ഭവന് പിന്നിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലാണെങ്കിൽ ഏതാണ് ആ ബാഹ്യശക്തി? ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിനാണ് രാജ്ഭവൻ വഴങ്ങുന്നത് എന്നാണ് നിങ്ങളുടെ ആരോപണം? ഗോപികൃഷ്ണൻ, അത് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരും പൊതുസമൂഹവും ചർച്ച ചെയ്യാനായി ഇടവരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും അങ്ങനെ വൃക്ഷലതാദികൾ നടുകയും സ്വന്തം കൈകൊണ്ട് നടുകയും അതിനെ നട്ട് പരിപാലിപ്പിച്ച് നമ്മൾ ഈ ഭൂമിക്ക് ഒരു പച്ചപ്പ് പുതപ്പ് അങ്ങനെ സമ്മാനിക്കുന്നതിന് നമ്മുടെ എല്ലാം വരുംകാല തലമുറയ്ക്ക് ഈ ഭൂമിക്കൊരു ചരമഗീതമല്ല, ഭൂമിക്ക് ഹരിതാഭമായ ഒരു ഭാവി ആശംസിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. ഞാൻ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യം ഒരു 2-3 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനൊരു രാഷ്ട്രീയമായ വിവാദത്തിന് തയ്യാറായിക്കൊണ്ടല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അപ്പോൾ ഞാൻ മറുപടി പറയാം. ഒന്നാമത്തേതായി, നമ്മുടെ കേരള സംസ്ഥാനത്തെ രാജ്ഭവൻ, സംസ്ഥാനത്തെ നമ്മുടെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സഖാവ് പ്രസാദിന്, കൃഷി വകുപ്പ് മന്ത്രിക്ക് ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നൽകിയതായ അപ്രൂവ്ഡ് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം of World Environment Day celebrations on 5/6/2025 at 11 hours at Kerala രാജ്ഭവനിൽ നിന്ന് നൽകിയതാണ്. 11 മണി നാഷണൽ ആന്തം, ദേശീയ ഗാനം. 11:01 പ്രയർ. 11:05 വെൽക്കം അഡ്രസ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. 11:10 ഇൻട്രൊഡക്ഷൻ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ. 11:15 കീനോട്ട് അഡ്രസ് ശ്രീ P. പ്രശാന്ത് MLA. 11:20 പ്രസിഡൻഷ്യൽ അഡ്രസ് ശ്രീ P. പ്രസാദ്, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ, കേരള. 11:30 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് ചീഫ് ഗസ്റ്റ് അഡ്രസ് ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഓണറബിൾ ഗവർണർ ഓഫ് കേരള. 30 മിനിറ്റാണ് പ്രസംഗം. 12 മണി നാഷണൽ ആന്തം, പ്ലാന്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് അറ്റ് രാജ്ഭവൻ ക്യാമ്പസ്. ഇതാണ് രാജ്ഭവനിൽ നിന്ന് ആദ്യം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പ്രസാദിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയക്കുന്നതായ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ആണ്. ഇപ്പോൾ അത് പുറത്തു വന്നിട്ടുണ്ടാവും. താങ്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് അത് ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞ് ഇതങ്ങ് മാറുകയാണ്. രാജ്ഭവൻ അപ്രൂവ് ചെയ്ത് കൊടുത്ത മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമാണ് മാറുകയാണ്. അവിടെയാണ് താങ്കളുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആരാണ്, അല്ല ആരൊക്കെയാണ്, അല്ല എവിടെ നിന്നാണ് ബാഹ്യശക്തികൾ, ഇങ്ങനെ ഈ ബാഹ്യശക്തികളുടേതായിട്ടുള്ള ഇടപെടൽ എന്നുള്ളത് ഇവിടെ വരുന്നത്? മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ഓഫ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതായത് ഇതിലിപ്പോൾ രാജ്ഭവൻ്റേതാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുദ്രയോടുകൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം തന്നെയാണ്.
ഇവിടെ വരുമ്പോൾ 11 മണിക്ക് പരിപാടി നാഷണൽ ആന്തം, 11:01 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ലോർഡസ് ഭാരതാംബ, 11:03 പ്രയർ, 11:05 വെൽക്കം അഡ്രസ്, 11:10 ഇൻട്രൊഡക്ഷൻ, 11:15 കീനോട്ട് അഡ്രസ്, 11:20 പ്രസിഡൻഷ്യൽ അഡ്രസ്, 11:30 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് ചീഫ് ഗസ്റ്റ് അഡ്രസ്, 12 മണി നാഷണൽ ആന്തം. എങ്ങനെ ഇത് മാറുന്നു? തീരുന്നില്ല. നമ്മുടെ ഈ കേരളത്തിൽ കൃഷി വകുപ്പ് ഇത്തരത്തിൽ പരിപാടി നേരത്തെയും സംഘടിപ്പിച്ചിട്ടുണ്ട്, രാജ്ഭവനിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഇന്നത്തെ ഗവർണറുടെ മുൻഗാമിയായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ പോലും അതേ രാജ്ഭവനിൽ ഇതുപോലെ ലോക പരിസ്ഥിതി ദിനാചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയെല്ലാം നടത്തുമ്പോഴും ഒരു കർഷക പ്രതിനിധിയും ഒരു കർഷക തൊഴിലാളി പ്രതിനിധിയും കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. നമ്മൾ കേരളത്തിൽ കർഷകരെ ആദരിക്കുക, കർഷക തൊഴിലാളികൾ ആദരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് അത്തരത്തിൽ പെൻഷൻ നൽകിയ ഒരു സംസ്ഥാനം കൂടിയാണ് 1980-82 ഗവൺമെന്റ്. ഞാൻ വീണ്ടും ആ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക്, അതായത് ഇപ്പോഴും താങ്കൾ പറഞ്ഞില്ല ബാഹ്യശക്തികളുടെ ഇടപെടൽ എവിടെ നിന്ന്, എന്തുകൊണ്ട്, എങ്ങനെ. ഇത് മൂന്നിനും ഉത്തരം പറയേണ്ടത് ബഹുമാനപ്പെട്ട ആദരണീയനായ കേരള ഗവർണറാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മറുപടി ആവുമല്ലോ, അവിടെ നിന്നാണ് മറുപടി പറയേണ്ടത്. ഇല്ലാതെ അവിടെ ഞങ്ങളല്ല മറുപടി സമ്പത്ത്. ഈ പരിപൂർണ RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന വ്യക്തിത്വം കേരള ഗവർണറായി വന്ന ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി, താങ്കൾ പറഞ്ഞതുപോലെ ഗവർണറുടെ മുൻഗാമിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിരുന്ന നിരന്തരമായ സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ ഒരു അൺസെറിമോണിയസ് ആയിട്ടുള്ള ഒരു വിടവാങ്ങൽ, ഒരു യാത്രയപ്പാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടിയതെന്നുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടായ അത്രയും വഷളായ ഒരു സാഹചര്യത്തിന് ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്വമതിയായ ഗവർണറാണ് അദ്ദേഹം എന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ഈ അഭിപ്രായം ഈ സംഭവത്തോടു കൂടി മാറുകയാണോ, തിരുത്തപ്പെടുകയാണോ? ഈ ആരിഫ് മുഹമ്മദ് ഖാനെ വാറണ്ട് കൊണ്ട് വീട്ടിൽ വാറണ്ടെന്നാണ് അതിന് പറയുക ഗോപികൃഷ്ണൻ, അത് വീട്ടിൽ കൊണ്ടു ചെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് വന്നതിൽ ആദ്യത്തെ ആൾ, ആ ചുമതലപ്പെടുത്തപ്പെട്ട ആൾ അന്ന് പ്രത്യേക പ്രതിനിധിയായിരുന്ന ഞാൻ കൂടിയാണ്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ഉത്തരവാദി സമ്പത്താണ് എന്നാരെങ്കിലും പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ളൊരു ചുമതല നിർവഹിക്കുന്നതിന് രാഷ്ട്രപതിയുടേതായിട്ടുള്ള വാറണ്ട് അത്തരത്തിൽ കൈപ്പറ്റി എന്നുള്ളത് മാത്രമാണുള്ളത്. ഇനി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് നമ്മൾ നൽകിയതായിട്ടുള്ള യാത്രയയപ്പ് ഒരു പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ അല്ല എന്നുള്ളതിന് ഉത്തരവാദികൾ നമ്മൾ ആരുമല്ല, അദ്ദേഹം തന്നെയാണ്. സ്വയം കൃത അനർത്ഥം എന്നല്ലേ പറയാൻ പറ്റൂ. കേരള ഹൈക്കോടതിയിൽ നിന്ന് എത്ര തവണയാണ് കൊട്ടുവാങ്ങിയത്? അഭിഭാഷകരായിട്ടുള്ളവരാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത് കേരളത്തിലെ ഗവർണർ അല്ല, പഞ്ചാബിലെ ഗവർണർ അല്ല, തമിഴ്നാട്ടിലെ ഗവർണർ, അത്തരത്തിൽ അതല്ല, ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള തലയ്ക്ക് കിഴുക്ക് ഹൈക്കോടതികളിൽ നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അതെല്ലാം കിട്ടിയപ്പോഴത്തേക്ക് ഈ പറയുന്നതിനകത്ത് ഒരു ലജ്ജയുമില്ല, ഒരു നാണക്കേടുമില്ല. അതെല്ലാം ഇങ്ങനെ അങ്ങനെ ഒരു അലങ്കാരം പോലെ കൊണ്ടു നടക്കുന്ന സ്ഥിതിയിലേക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരായിട്ട് ഇതുപോലെ ഒരു പരാമർശമെങ്കിലും, വിധിന്യായമല്ല, പരാമർശമെങ്കിലും ഹൈക്കോടതികളിൽ നിന്ന് വന്നാൽ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് എങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നു. എന്റെ ചോദ്യം, മുഖ്യമന്ത്രി ഗവർണർ ആർലേക്കറെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിൽ നിന്നായിരിക്കുമല്ലോ, അതിൽ പിശക് വന്നു എന്നതാണോ ഈ സംഭവം കാണിക്കുന്നത് എന്നതാണ് ഞാൻ എൻ്റെ ചോദ്യത്തിൽ ആവർത്തിക്കുന്നത്. കാരണം ഈ ആർലേക്കർ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഗവർണർ പറഞ്ഞിരുന്നത് സർക്കാരിന് നിർദ്ദേശം നൽകാനോ സർക്കാരിന് വഴികാട്ടാനോ അല്ല, പകരം സർക്കാരിനെ സഹായിക്കാൻ മാത്രമാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിൽ, അതേപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ അധിപനും ഭരണാധിപനും തമ്മിൽ ഒരു നല്ല ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, സമന്വയത്തിന്റെ സൂചനകളായി അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. പക്ഷേ അർലേക്കർ അദ്ദേഹം സൗമ്യമായി പെരുമാറുമ്പോഴും സൗമ്യമായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോഴും അദ്ദേഹം വളരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ബീഹാർ ഗവർണറായിരിക്കെ, ഹിമാചൽ പ്രദേശിൽ ഗവർണറായിരിക്കെ അദ്ദേഹം പല വിഷയങ്ങളിൽ, ഇപ്പോൾ നിതീഷ് കുമാറുമായി പല പ്രശ്നങ്ങളിലും പല നീരസമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർത്തും സമ്പൂർണ്ണമായും ഒരു RSSകാരനായ ഗവർണറാണ്, വ്യക്തിത്വമാണ് അദ്ദേഹം ഗവർണറായി എത്തുന്നത്. പക്ഷേ ഇവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തുകയും വിളക്ക് വെക്കുകയും ചെയ്യണമെന്ന് രാജ്ഭവൻ നിർബന്ധിക്കുമ്പോൾ രാജ്ഭവന് പറയാനൊരു ന്യായമുണ്ട്.
ഇവിടെ വെച്ച് നടത്തുന്ന പരിപാടി എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് രാജ്ഭവനാണ് എന്ന്. വി.ഡി. സതീശന് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഇതുപോലെ ഗുരുമൂർത്തി RSS സൈദ്ധാന്തികൻ വന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ സർക്കാർ മൗനം പാലിച്ചത് എന്ന ചോദ്യം. ഇതിനൊക്കെ ഈ ഗവൺമെന്റ് ഈ ഘട്ടത്തിൽ ഉത്തരം പറയണ്ടേ? ഞങ്ങൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടൊരു മറുപടി പറയട്ടെ. നല്ല മുരത്ത RSSകാരിയായ ഒരു വനിത ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിയായി. നാളെ ആ മാന്യ വനിത, ഞാൻ പേര് പറയുന്നില്ല, ഞാനിപ്പോഴും ഒരു പ്രാക്ടീസിങ് ലോയർ ആയതുകൊണ്ട് തന്നെ, നാളെ കേരള ഹൈക്കോടതിയിലേക്ക് ആ മാന്യ വനിത വന്ന് ഇവിടെ ജഡ്ജിയായി ഭാവിയിൽ ഈ നാടിൻ്റെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയാൽ അവരുടെ മുന്നിലേക്ക് ഞാൻ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് അങ്ങേയറ്റത്തെ മറുചേരിയിൽ നിൽക്കുന്നത് കൊണ്ട് ആ കോടതിയിൽ ഹാജരാവാതിരിക്കുകയോ യുവർ ലോർഡ്ഷിപ്പ് എന്ന് അഭിസംബോധന ചെയ്യാതിരിക്കുകയോ വക്കാലത്തുകൾ അങ്ങനെ ആ കോടതി മുമ്പാകെ ഫയൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുമോ? ഇല്ലല്ലോ. കേരളത്തിലേക്ക് ഒരു പുതിയ ഗവർണർ വരുമ്പോൾ ആ ഗവർണർ പറഞ്ഞ വാചകം താങ്കൾ ഇവിടെ ആവർത്തിച്ചു. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ള വാചകമാണ്. അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ നടത്തിയിട്ടുള്ള ചർച്ചകളുടേത്. എങ്ങനെ ഒരു ഗവർണർ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉന്നമനത്തിന് ആ സംസ്ഥാനത്തെ സർക്കാരിനെ സഹായിക്കാൻ, അങ്ങനെയാണ് ഭരണഘടനയിലെ ആ സത്യപ്രതിജ്ഞ വാചകം തന്നെ. അപ്പോൾ അവിടെ വഴികാട്ടിയായിരിക്കണം, സഹായിയായിരിക്കണം, അവരുടെ ഉപദേശങ്ങൾ അത്തരത്തിൽ നൽകാൻ, അങ്ങനെയാണ് അവരുടെ അഡ്വൈസ് അത് സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രപതിയെ പോലെ. അങ്ങനെയാണ് ഒരാളെ പ്രതീക്ഷിക്കുക. നേരത്തെയുള്ള രാഷ്ട്രീയ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളതല്ല, ചെയ്യുന്നത് നല്ല കാര്യങ്ങളായിരിക്കട്ടെ എന്ന് പ്രതീക്ഷ. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം, ഭാരതാംബയോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമാനക്കുറവല്ല. ഞങ്ങൾക്കുമെല്ലാം ഭാരതാംബയുടെ ബഹുമാനമുള്ളത് തന്നെ. ഞങ്ങളുടെ മക്കളും അടക്കം അത്തരത്തിൽ ഘോഷയാത്രകൾക്ക് ഭാരതാംബയുടേതായ വേഷം ധരിച്ചുകൊണ്ട് അവരെല്ലാം പോകും. ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്കൊരു പ്രോട്ടോക്കോളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുദ്ര, ദേശീയ പതാക, ദേശീയ ചിഹ്നം, സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടുള്ള അടയാളം, മുദ്ര, അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടാവാം. അതല്ലാതെ നമ്മൾ രാഷ്ട്രപിതാവിൻ്റെ ചിത്രമല്ലാതെ മറ്റൊന്നും അവിടെ അത്തരത്തിൽ പ്രദർശിപ്പിക്കാറില്ല. അങ്ങനെ പ്രദർശിപ്പിക്കുന്നത് സ്വകാര്യമായ ചടങ്ങുകളിൽ. ഇനി അവിടെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു, ആ പ്രസംഗിപ്പിച്ചതിൽ അത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ, അത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ അവിടെ നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം. ആ അഭിപ്രായത്തോടൊന്നും ഗവൺമെൻറ്റിന് യോജിപ്പൊന്നുമില്ല. ഗവൺമെൻറ്റിന് യോജിപ്പുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെതായ വാർത്താക്കുറിപ്പും താങ്കൾ ഉൾപ്പെടെയുള്ള അത് മറ്റൊരു വിഷയമാണ്. കാരണം അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ താല്പര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നതായിരുന്നു ഉന്നയിക്കപ്പെട്ട ആക്ഷേപം. കാരണം അത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനൊക്കെ വേദിയായി, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള പരാമർശങ്ങൾക്ക് വേദിയായി ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവൻ എന്നതായിരുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് ശ്രീ വി പി ശ്രീപത്മനാഭനിലേക്കും അതോടൊപ്പം ഡോക്ടർ ജിൻഡോ ജോണിലേക്കും പോകണം. അതിനുശേഷം ഞാൻ അടുത്ത ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വി പി ശ്രീപത്മനാഭൻ, RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലുള്ളതല്ല യഥാർത്ഥ ഇന്ത്യൻ ഭൂപടം. അത് സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. കയ്യിൽ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ചുകൊണ്ടല്ല ഒരു സർക്കാർ പരിപാടി നടത്തേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റി അത് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോയത് എന്ന് പി പ്രസാദ് പറയുന്നു. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം ഭരണഘടനാപരമല്ലാത്ത ഒരു ചിഹ്നത്തെ, അല്ലെങ്കിൽ ഒരു ബിംബത്തെ, അല്ലെങ്കിൽ ഒരു ചിത്രത്തെ ഈ നിലയിൽ ഒരു സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കുന്നതിലെ അഭംഗിയും അതിലെ അനൗചിത്യവും അതിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. എങ്ങനെ രാജ്ഭവന് നിർബന്ധിക്കാൻ കഴിയും പുഷ്പാർച്ചനയും വിളക്ക് കൊളുത്തി മാത്രമേ ഈ പരിപാടി നടത്താനാകൂ എന്ന്? എങ്ങനെ ഈ അജണ്ടകളിൽ മാറ്റം വന്നു? കേരളശ്രീ പോലെയുള്ള പുരസ്കാരങ്ങൾ നൽകുമ്പോഴോ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമ്പോഴോ കണ്ടിട്ടില്ലാത്തൊരു ചിത്രം എങ്ങനെ പൊടുന്നനവേ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നീ ചോദ്യങ്ങൾക്കും രാജ്ഭവൻ മറുപടി പറയണ്ടേ, ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ? രാജ്ഭവൻ മറുപടി പറയണോ വേണ്ടയോ എന്നൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല, താങ്കളുമല്ല. രാജ്ഭവൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ ഗവർണർ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അതിലാർക്കും ഇടപെടാനുള്ള അധികാരമില്ല. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പോലും ഇടപെടില്ല, കോടതി പോലും ഇടപെടില്ല. അപ്പോൾ ആ പരിപാടിയുടെ എന്താ പറയുക, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്വഭാവം, പരിപാടിയുടെ സ്വഭാവം അദ്ദേഹം നിശ്ചയിക്കും, അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിശ്ചയിക്കും. അത് തെറ്റാണെന്ന് പറയാനോ അത് തിരുത്തണമെന്ന് പറയാനോ കേരള സർക്കാരിന് അധികാരമില്ല.
കേരള സർക്കാരിൻ്റെ മന്ത്രിക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടു നിൽക്കാം, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. അപ്പം രാജ്ഭവൻ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറുടെ കാര്യാലയമാണ്, ഓഫീസാണ്. അവിടെ നടക്കുന്ന പരിപാടികൾ അവിടെ നിന്ന് മാത്രം നിശ്ചയിക്കുന്ന രീതിയിലേ നടക്കുള്ളൂ. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊരു മതനിരപേക്ഷ ഭാരതത്തിന് യോജിച്ചതായില്ല ഈ നടപടി എന്ന വിമർശനമോ അതിനെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, വിമർശനം ഇപ്പം ഏതിനാ വിമർശനമില്ലാത്തത്? CIA നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള ബോഷ്കത്തരം പറഞ്ഞ ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റിലുള്ളതല്ല, യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്. അതായത് കേന്ദ്രത്തിന് മാത്രം, അതായത് പാർലമെൻറ്റിന് മാത്രം നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ള വിഷയമാണ് സിറ്റിസൺഷിപ്പ്, പൗരത്വം. അതിൽ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കി അത് രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിലും വലിയ ഭരണഘടനാ വിരുദ്ധതയൊന്നും കേരളത്തിൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞ ആൾക്കാരാ രാജ്ഭവനെ വിമർശിക്കാൻ പോകുന്നത്? ഇവർക്ക് എന്ത് ധാർമ്മിക അധികാരമുള്ളത്? പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഇന്ത്യയിൽ ഒരു സംസ്ഥാന സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് കേരളം. ഇതൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ ഇവിടെ ഈ ബഹളമൊന്നും കണ്ടില്ല. അവസാനം നമുക്ക് മനസ്സിലായി അതൊരു നമ്പറായിരുന്നു, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്പറായിരുന്നു. പിണറായി വിജയൻ്റെ ഒരു നമ്പറായിരുന്നു. പിണറായി വിജയനും അറിയാം അത് നടക്കാത്ത കാര്യമാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സായി, സുപ്രീം കോടതി അതിലൊരു വള്ളി പുള്ളി പോലും സ്റ്റേ ചെയ്തില്ല. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കി 10,000-കണക്കിന് ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു നമ്പർ ഇറക്കിയതാണ്. ഇങ്ങനെ പല നമ്പറും ഇവരെ ഇറക്കുന്നു. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. രാജ്ഭവൻ്റെ കാര്യങ്ങൾ നോക്കി രാജ്ഭവൻ മുന്നോട്ട് പോകും, സർക്കാരിൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. ഭരണഘടനാപരമായ കാര്യങ്ങളിൽ രാജ്ഭവനും സർക്കാരും സഹകരിച്ച് മുന്നോട്ട് പോകണം. അത് ഭരണകാര്യങ്ങളിൽ ഓട്ടം വെച്ചതൊന്നുമല്ല ഈ ഭരണഘടനാപരമായ കാര്യങ്ങളോ ഭരണപരമായ കാര്യങ്ങളോ. വെറുതെ ഈ ചെറിയ കാര്യത്തിന് ബഹളം ഉണ്ടാക്കി കയ്യടി വാങ്ങി ആളെ പറ്റിച്ച് നമ്പർ ഇറക്കി, ഞാൻ CIA നിയമത്തിൽ പറഞ്ഞതുപോലെ നമ്പർ ഇറക്കി മുന്നോട്ട് പോകുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ നമ്പർ ഇറക്കിയിട്ടൊന്നും രക്ഷപ്പെടില്ല. പിന്നെ ഇവരും ഗവർണറും തമ്മിലുള്ള സംഘർഷം എനിക്ക് ഓർമ്മ വരുന്നത് 1989. അന്ന് റാം ദുലാരി സിൻഹ എന്ന് പറഞ്ഞൊരു ഗവർണർ കേരളം ഭരിച്ചിരുന്നു. അന്ന് ഒരു SFIയുടെ ജാഥ, ജില്ലാ സമ്മേളന ജാഥ കൊയിലാണ്ടി നടക്കുമ്പോൾ ഞാൻ കാഴ്ചക്കാരനാണ്. ആ ജാഥയിൽ വിദ്യാഭ്യാസപരമായ വിഷയത്തെപ്പറ്റിയോ കുട്ടികൾ നേരിടുന്ന വിഷയത്തെപ്പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. മുഴുവൻ ചീത്തയും ഗവർണറെയാണ്. ആ SFIയുടെ അന്നത്തെ ജില്ലാ സമ്മേളനം കൊയിലാണ്ടി നടന്ന ജാഥയിൽ വിളിച്ച മുദ്രാവാക്യം മുഴുവൻ ഗവർണർക്കെതിരായിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ, കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോഴും BJP കേന്ദ്രം ഭരിച്ചപ്പോഴും ഗവർണർമാർക്കെതിരെ ബഹളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അത് ഇനിയും തുടരും. അത് ഇനിയിപ്പം ഇദ്ദേഹമല്ല വേറെ ആര് ഗവർണറായി വന്നാലും അവർ ഈ പരിപാടിയൊക്കെ തുടരും. അതൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ നമ്പറുകളാണ്. അതിന് അത്ര ഗൗരവത്തിൽ കണ്ടാൽ മതി. ശരി, ഞാൻ വരാം. ശ്രീ VP ശ്രീപത്മനാഭൻ, താങ്കളിലേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ ഗവർണറും അല്ലെങ്കിൽ BJPയും CPMും തമ്മിൽ ഈ രഹസ്യബന്ധമുണ്ട്, അതല്ലെങ്കിൽ പിന്നാമ്പുറത്തൊരു ബാന്ധവമുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോഴും ഗവർണറും സർക്കാരും തമ്മിൽ നേരത്തെ ഗവർണർ ഉണ്ടായിരുന്നപ്പോൾ, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോഴുണ്ടായിരുന്ന സംഘർഷം പോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നമ്പറുകളാണ് എന്ന് കോൺഗ്രസ് ആക്ഷേപിച്ചപ്പോഴും ഒക്കെ ഈ പല സന്ദർഭങ്ങളിൽ തീ പാറുന്ന തരത്തിലേക്ക് ഈ സംഘർഷങ്ങൾ വഴിമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ പേരിൽ നടന്ന ഈ സംഭവത്തിൽ CPMും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് CPMിൻ്റെ നിലപാടുകൾ ശരിയാണെന്നും രാജ്ഭവൻ്റേതാണ് കുഴപ്പമെന്നും പറയുന്നതിന് പകരം നേരത്തെ വീണ്ടും CPM മിണ്ടാതിരിക്കുന്നു, പേടിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്? ഇതിൽ കോൺഗ്രസിന് എന്ത് രാഷ്ട്രീയ ലാഭമാണുള്ളത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ യഥാർത്ഥ പ്രശ്നം ആരാണ് എന്ന് തീർത്തു പറയാത്തത്? എന്തിനാണ് അതിന് മടി? ഗോപികൃഷ്ണൻ, ഇതിൽ യഥാർത്ഥ പ്രശ്നം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. അത് കേരളത്തിലെ പുതിയ ഗവർണറല്ല, ഇതിനു മുമ്പുള്ള ഗവർണറും സർക്കാരും തന്നെയാണ്. ഇന്ന് നമ്മളുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം കൃഷി മന്ത്രി P. പ്രസാദ് എടുത്ത ഒരു നല്ല നിലപാടാണ്.
അദ്ദേഹം അത്തരത്തിലൊരു നിലപാട് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും സാഹചര്യം സംജാതമായത്. ഇതിനു മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയ സംവാദ പരിപാടിയിൽ ഗുരുമൂർത്തി RSS നേതാവ് പങ്കെടുത്തല്ലോ. അതിനെക്കുറിച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എത്തരത്തിലെങ്കിലും ഒരു നിലപാട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് അതിനെ തള്ളിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അപലപിച്ചുകൊണ്ടൊരു നിലപാട് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, മുൻപ് RSSകാരനല്ലാതിരുന്ന RSSലേക്ക് ഇടക്കാലത്ത് വന്ന് ചേക്കേറിയ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി വന്ന കാലം തൊട്ട് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടാണ് കൊമ്പുകോർത്തത്. അതിനുശേഷം ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയത്തെ പിന്താങ്ങാതെ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാനത്തെ പിണറായി വിജയന്റെ സർക്കാർ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നിരവധി ഘട്ടങ്ങളിൽ അവർ തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ടെന്ന് താങ്കളുടെ നിരീക്ഷണം കറക്റ്റാണ്. പക്ഷെ ഒരിക്കലും തീ പാറിയിട്ടേ ഉള്ളൂ, തീ പിടിച്ചിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ SFIയുടെ കുട്ടികളെ തെരുവിൽ വെല്ലുവിളിക്കുന്നു, മിഠായി തെരുവിൽ ഇറങ്ങി നടക്കുന്നു, SFIക്കാർ തിരിച്ച് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും തീപിടുത്തം ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു, തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് തീ അണയ്ക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അന്നൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായ ഇടവേളകളിൽ പറഞ്ഞത് ദിസ് ഈസ് മൈ ഗവൺമെന്റ്, ഐ ഹാവ് ടു പ്രൊട്ടക്ട് മൈ ഗവൺമെന്റ് എന്നാണ്. ഏത് ഗവൺമെന്റിനെ? പിണറായി വിജയൻ സർക്കാരിനെ. അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ അതേ ചക്കളത്തി പോരാട്ടത്തിന്റെ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടെ നിന്ന് മാറ്റി പുതിയ ഗവർണർ ആർലേക്കർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ മിടുക്കനാണ്, RSSകാരനാണ് ഈ പറഞ്ഞ ആർലേക്കർ. സുരേന്ദ്രൻ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ ആളാണ് വരാൻ പോകുന്നതെന്ന്. അന്ന് ദേശാഭിമാനി പത്രത്തിൽ സംസ്ഥാന CPMന്റെ സെക്രട്ടറി MB ഗോവിന്ദന്റെ ലേഖനം എങ്ങനെയായിരുന്നെന്നറിയോ? അതായത് മുൻപുണ്ടായിരുന്ന ഗവർണർ ചെയ്ത ചെയ്തികളൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതിയെന്ന്. ഏത് RSSൽ ഇടക്കാലത്ത് കുടിയേറി പാർത്ത ഒരാൾ ചെയ്തതിനേക്കാൾ മോശപ്പെട്ട പ്രവർത്തനമായിരിക്കും മുഴുവൻ സമയ RSSകാരൻ ചെയ്യുന്നത് എന്നുള്ള പൊതുബോധം പോലും ഇല്ലാതെയാണോ സംസ്ഥാന CPMന്റെ സെക്രട്ടറി ലേഖനം എഴുതിയത്? മാത്രമല്ല, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്നുള്ള പ്രത്യേക താത്വിക നിലപാടും ഈ കാലത്താണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ സവർക്കറുമായി ബന്ധപ്പെട്ട സവർക്കറെ എതിർത്തുകൊണ്ടുള്ള SFIയുടെ ബാനർ ആർലേക്കർ പങ്കെടുത്ത യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയുടെ സമയത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാനത്തെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ആ ബാനർ എത്ര തിടുക്കത്തിൽ അഴിച്ചു മാറ്റിയത്? SFIക്കാരുടെ രാഷ്ട്രീയ നിലപാടിന് പോലും ഒരു രീതിയിലുമുള്ള പിന്തുണ കൊടുക്കാതെ സംസ്ഥാനത്തെ പിണറായി വിജയന്റെ പോലീസ് ആർലേക്കർ പറഞ്ഞത് പ്രകാരം RSSന് വേണ്ട പ്രകാരം സവർക്കർക്കെതിരായി എഴുതിയ ബാനർ അഴിച്ചു മാറ്റി കൊടുത്തു. മാത്രവുമല്ല, ഓരോ ഘട്ടത്തിലും ആർലേക്കറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ UDFന് കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഇതേ RSSകാരനായിട്ടുള്ള ആർലേക്കറെ കൂട്ടുപിടിച്ചാണ് പുട്ടും കടലയും കൊടുത്ത് നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട ആ രഹസ്യ ചർച്ച നടന്നത് KV തോമസിന്റെ കാർമികത്വത്തിൽ. എന്തായിരുന്നു ആ ചർച്ചയിൽ പറഞ്ഞത് എന്ന് ഇന്നേ വരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ല. നമ്മൾ നികുതി കൊടുക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഓണറേറിയോ മറ്റ് സൗകര്യങ്ങളും പറ്റുന്ന KV തോമസും നമ്മുടെ RSSകാരനായിട്ടുള്ള ആർലേക്കർ എന്ന ഗവർണറുടെ മധ്യസ്ഥതയിൽ നടത്തിയ ആ ചർച്ചയിൽ എന്തായിരുന്നു സംസാരിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ല. CPMകാർക്ക് പോലും അറിയാൻ സാധ്യതയില്ല. അടുത്തത് ഇതേപോലെ തന്നെയാണ്. ആർലേക്കർ ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള 2 RSSകാരായിട്ടുള്ള ഗവർണർമാർ കൂടിയുണ്ട്. ബംഗാൾ ഗവർണർ അടക്കമുള്ള ഈ 3 RSS ഗവർണർമാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിരുന്നിന് ക്ഷണിച്ച സാഹചര്യം നമ്മൾ കേട്ടല്ലോ. അവസാനം അത് വിവാദമായപ്പോൾ അത് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ RSSകാരെ വിരുന്നിന് വിളിക്കുന്ന പരിപാടി പിണറായി വിജയൻ തുടങ്ങിയപ്പോൾ മുതൽ കേരളത്തിലെ രാജ്ഭവൻ RSS വൽക്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇതേ RSSകാരനായിട്ടുള്ള ഗവർണർ മുഖ്യമന്ത്രിയുടെ 80ാം പിറന്നാൾ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ആശംസിക്കുകയും ഇവർ തമ്മിലുള്ള സ്നേഹം പങ്കിടുന്നത് നമ്മൾ കണ്ടു. പിന്നെ എപ്പോഴാണ് തെറ്റുന്നത്? ഈ പറഞ്ഞ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം. ഏത് ഭാരതാംബയാ? ഈ ഭാരതാംബ ഇന്ത്യയുടെ അംഗീകൃത സിംബൽസിൽ പെടുന്ന എന്തെങ്കിലുമാണോ? അങ്ങനെയല്ലല്ലോ. ഈ രാജ്യത്തിന്റെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സമ്പത്ത് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ ഇതിൽ ഏതെങ്കിലും പെടുന്നതാണോ ഈ ഭാരതാംബ? RSSന്റെ ഭാരതാംബയെ അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യത കേരളത്തിലെ ഒരൊറ്റ കുഞ്ഞിനുമില്ല. ഞങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ RSSന്റെ ചിഹ്നങ്ങൾ വെച്ച് ആരാധിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കാൻ തയ്യാറല്ല. P പ്രസാദ് എടുത്ത നിലപാടിനെ രാഷ്ട്രീയമായി ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഈ RSSകാരനായിട്ടുള്ള RSSന്റെ ചിഹ്നങ്ങൾ ഗവൺമെന്റ് പരിപാടിയിൽ പോലും ഒളിച്ചു കടത്താൻ നോക്കുന്ന ഈ RSSകാരനായിട്ടുള്ള ആർലേക്കർക്ക് അത്താഴ വിരുന്ന് കൊടുക്കാൻ ശ്രമിച്ചതും പ്രഭാത വിരുന്ന് കൊടുത്ത് നയതന്ത്ര ചർച്ച നടത്തിയതുമൊക്കെ എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവർ പറയണം. ഇവർ ഒരു കാലത്തും RSSകാർ ഒരു കാലത്തും ഈ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങൾ അംഗീകരിച്ചിട്ടില്ല.
ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാൻ പറ്റാതെ ഭഗവധ്വജമാണ് രാജ്യത്തിന്റെ ദേശീയ പതാക ആക്കേണ്ടെന്ന് ആവശ്യപ്പെട്ട ആളുകളാണ് RSSകാർ. അതിനെതിരായിട്ട് ഇന്ത്യയുടെ ദേശീയ സമരത്തിന്റെ കാലഘട്ടത്ത് ഈ രാജ്യത്തിന്റെ ദേശീയ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകൾ അവരുടെ എല്ലാ ചിഹ്നങ്ങളും അവർ ഈ പറഞ്ഞ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതോ അല്ലെങ്കിൽ ഇവർ ആരാധിക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്ന ഈ ചിത്രത്തെ ആരാധിക്കുന്നതോ ഇതൊക്കെ ഇവർക്ക് ഒളിച്ചു കടത്താനേ പറ്റുള്ളൂ. പരസ്യമായിട്ട് ഈ രാജ്യത്തിന്റെ പൊതുബോധത്തിന്റെ മുമ്പിൽ ഇപ്പോഴും RSSകാരുടെ ഒരു ബിംബങ്ങളും ഒരു ചിഹ്നങ്ങളും പരസ്യമായിട്ട് പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ ഇവർക്ക് പ്രയാസമാണ്. കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവർ കൊണ്ടുവരുന്ന ബിംബങ്ങളൊക്കെ ഒരു കാലത്ത് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനം, ദേശീയ സമര പരിപാടികളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒളിവിലിരുന്ന് ഒറ്റുകൊടുത്തവരുടെ മാത്രം ചിഹ്നങ്ങളാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഒളിച്ചു കടത്താൻ നോക്കുന്നത്. അല്ല ഡോക്ടർ ജിൻഡോ, ഇവിടെ ഇപ്പോൾ ശ്രീ VP ശ്രീപത്മനാഭൻ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? രാജ്ഭവൻ അങ്ങനെ ചെയ്താൽ രാജ്ഭവൻ അതിൽ ഉറച്ചു നിൽക്കും, അല്ലെങ്കിൽ രാജ്ഭവൻ അത് ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ മാറി നിൽക്കാം, സർക്കാരിന് പരിപാടി വേണ്ടെന്ന് വെക്കാം, അത് സർക്കാരിന് തീരുമാനിക്കാം. പക്ഷേ രാജ്ഭവൻ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കും. താങ്കൾ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് RSSന്റെ സൈദ്ധാന്തികൻ ഗുരുമൂർത്തി വന്ന് പ്രഭാഷണം നടത്തി പ്രസംഗിച്ചു. ഇപ്പോഴിതാ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഗവർണർ വിളക്ക് കൊളുത്തി. അദ്ദേഹം പറയുന്നത് ചില സങ്കുചിതമായ മനസ്സും ചില സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെയാണ് ഇതിനെതിരെ വിമർശനം ഉയർത്തുന്നത് എന്നാണ്. അപ്പോൾ അതേ നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അർലേക്കർ എന്ന് അദ്ദേഹം മുൻപ് ഹിമാചലിൽ ഉണ്ടായിരുന്നപ്പോഴും ബീഹാറിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കേരളത്തിൽ വന്ന ശേഷം ചുമതല ഏറ്റെടുത്ത ശേഷം തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന ചിലരെ മാറ്റി പകരം പുതിയ ആളുകളെ വെച്ച ഉത്തരവ് അദ്ദേഹം റദ്ദാക്കിക്കൊണ്ടൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു RSS മൂശയിൽ വാർത്തെടുത്തപ്പെട്ട വ്യക്തിത്വമാണ്. അപ്പോൾ ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത RSSന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്ന സന്ദേശം തന്നെയല്ലേ രാജ്ഭവൻ ഇന്നത്തെ സംഭവത്തിലൂടെ നൽകുന്നതും? അതങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നല്ലേ ശ്രീ VP ശ്രീപത്മനാഭനെ പോലെ BJP പ്രതിനിധി അതിനെ ന്യായീകരിച്ചതിലൂടെ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിവാദം ഇങ്ങനെ നിൽക്കും എന്നാണോ? ഗോപി, ഞാൻ ചോദ്യത്തിലേക്ക് നേരിട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. ഇത് ഇത്ര മഹത്തായ മാതൃകയും മഹത്തായ സിമ്പലുമാണെങ്കിൽ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അല്ലെങ്കിൽ മൊറാർജി ദേശായിയുടെ കാലത്തൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഈ RSS വെച്ച് ആരാധിക്കുന്ന ഈ പറഞ്ഞ ബിംബങ്ങളൊന്നും അവർ ഗവർണർമാരുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് കുടിയേറിപ്പാർക്കാൻ ശ്രമിക്കാതിരുന്നത്? ഇവർക്ക് തന്നെ അറിയാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ഇത് ഓരോ ഘട്ടത്തിൽ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഒക്കെ സ്മൃതികൾ ഇല്ലാതാക്കുക, അവരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ നോക്കുക, പാഠപുസ്തകങ്ങൾ തിരുത്തുക, ഇതുപോലെയുള്ള കാവ്യധ്വജം എടുത്തുയർത്തി ഇതാണ് നമ്മുടെ മാതൃക എന്ന് പറയുക, പാരമ്പര്യം എന്ന് പറയുക, ഇതാണ് നമ്മുടെ ഭാരതാംബ എന്ന് പറയുക. ഈ ഭാരതാംബ RSSന്റെ മാത്രമാണ്. യഥാർത്ഥ ഭാരതാംബ ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. ജാതിക്കും മതത്തിനും അതീതമായിട്ട് വിശ്വാസങ്ങൾക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുമാണ് യഥാർത്ഥ ഭാരതാംബ എന്ന് കൃത്യമായിട്ട് ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് നെഹ്റു, ഈ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുതന്നെയായിരുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നിലപാട്. അതുതന്നെയായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ചവരും ജീവിച്ചിരുന്നവരുമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ നിലപാട്. പിന്നെ താങ്കൾ പറഞ്ഞ നിരീക്ഷണം കറക്റ്റാണ്. ഈ VP ശ്രീപത്മനാഭൻ പറഞ്ഞത് ആ ഗവർണറുടെ തീരുമാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന്. RSSകാർ ചോദ്യം ചെയ്യേണ്ട, ഞങ്ങൾ ചോദ്യം ചെയ്യും. ആത്മാഭിമാനം അല്പമെങ്കിലും അവശേഷിക്കുന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും, അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ RSSകാരും BJPക്കാരും അല്ലാത്ത മുഴുവൻ സാമാന്യ ബോധമുള്ള പൗരബോധമുള്ള ആളുകൾ ചോദ്യം ചെയ്യും. കാരണം ആർലേക്കർക്ക് RSSന്റെ ആസ്ഥാനത്ത് കിട്ടുന്ന പിരിവിൽ നിന്നല്ല ശമ്പളം കൊടുക്കുന്നത്, ഞങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് കൂടിയാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ പൊതുബോധത്തിന് എതിരായിട്ടുള്ള RSSന്റെ മാത്രം ചിഹ്നങ്ങൾ വെച്ച് ആരാധിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യും, മറുപടി പറയേണ്ടി വരും. മറുപടി പറഞ്ഞേ പറ്റൂ. അതിനെ തിരുത്തണോ വേണ്ടേ എന്നുള്ളത് RSSന് തീരുമാനിക്കാം. പക്ഷേ ഞങ്ങൾ ചോദ്യങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കും. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോപി, ഇതിൽ ഈ RSSകാരനായിട്ടുള്ള RSSന്റെ മൂശയിൽ വാർത്തെടുത്ത RSSന്റെ ആലയിൽ ആയുധത്തിന് മൂർച്ച കൂട്ടിയെടുത്ത ആർലേക്കർ കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. K. സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയവനാണ് വരുന്നതെന്ന്. എന്നിട്ട് പോലും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ നേതാക്കന്മാരും ഒക്കെ വരട്ടെ കാണാം, ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് സ്വീകരിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പുട്ടും കടലയും കൊടുത്ത് അത്താഴ വിരുന്നിന് ക്ഷണിച്ചൊക്കെ കൊണ്ടു നടന്നപ്പോൾ ഇവർ അറിഞ്ഞില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് ഇവരെ നയിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത്, ആർലേക്കർ എന്ന RSSകാരനായിട്ടുള്ള അടിമുടി RSSകാരനായിട്ടുള്ള ഗവർണറുടെ നിലപാട് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ബോധ്യത്തിന്, കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിന് ചേർന്നതല്ല. ഇപ്പോഴെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രഹസ്യ വിരുന്നിന് ക്ഷണിക്കാതെ നേരിട്ട് എതിർക്കാനുള്ള ശേഷി കാണിക്കണം. ഡോക്ടർ A. സമ്പത്ത്,
ഇപ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ RSSൽ പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്നു വന്നിട്ടുള്ള ആളാണ് ഗോവ സ്വദേശിയായ ആർലേക്കർ. അദ്ദേഹം വളരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് തൊട്ടു പിന്നാലെ പുതിയ ഗവർണർ എത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ പറഞ്ഞത് ഈ വരുന്ന ആളാരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ ഒരു പരിവാറുകാരനായ ഒരാൾ ഗവർണറായി വരുമ്പോൾ അതിലൂടെ BJP ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അദ്ദേഹം ഗോവയിൽ ക്രൈസ്തവ സമുദായവുമായി വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന ഒരു രാഷ്ട്രീയ ദൗത്യം കൂടി ഗവർണർക്കുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു പക്വമതിയായ വ്യക്തിയാണ് ഗവർണർ ആർലേക്കർ എന്ന്. ആ വിലയിരുത്തലുകൾ തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചതിനെ പ്രതിപക്ഷം വിമർശിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം സർക്കാർ മിണ്ടാതിരുന്നത്? മൂന്നാമത്, ശ്രീ VP ശ്രീപത്മനാഭൻ പറഞ്ഞു രാജ്ഭവന്റെ വഴിക്ക് പോകും, സൗകര്യമുണ്ടെങ്കിൽ സഹകരിച്ചാൽ മതി എന്ന്. അതിനെ എങ്ങനെ കാണുന്നു? കാരണം ചിലവുകളെല്ലാം സർക്കാരാണല്ലോ വഹിക്കുന്നത്. എനിക്കൊരു 5 മിനിറ്റ് തന്നാൽ മതി. കേരളത്തിലെ ഗവർണർമാരായി വരുന്നവരോടെല്ലാം അത്തരത്തിൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുക, അവരെ വ്യക്തിപരമായി നേരിടുക, അല്ലെങ്കിൽ അവരെ വല്ലാതെ വിമർശിക്കുകയും അവരെ കളിയാക്കുകയും ചെയ്യുക എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ പണി. കേരളത്തിലെ ഒത്തിരി ഗവർണർമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതിൽ ഒരുപക്ഷെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനായിരിക്കും എന്നെക്കാൾ പ്രായമുള്ള ഇതിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് എന്ന് എൻ്റെ വിശ്വാസം. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആദ്യം ശ്രീ B. രാമകൃഷ്ണ റാവു കേരളത്തിൽ ഐക്യകേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ അദ്ദേഹമായിരുന്നു ഗവർണർ. ആദ്യത്തെ മന്ത്രിസഭ EMSൻ്റെ ഗവൺമെൻറ്റായിരുന്നു. നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളപ്പോൾ ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് ആർട്ടിക്കിൾ 356 ദുരുപയോഗം ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ജിൻഡോയ്ക്ക് നല്ല ഓർമ്മയുണ്ടാവും പഠിച്ചിട്ടാണെങ്കിലും, അന്ന് ജീവിച്ചിരിപ്പില്ല നമ്മളാരും, എങ്കിലും ജനിച്ചിട്ടില്ലല്ലോ. പിന്നീട് അജിത് പ്രസാദ് ജെയിനും ഭഗവത് സഹായും എല്ലാം ഇവിടെ ഗവർണറായി വന്നു. ശ്രീ വിശ്വനാഥൻ ഇവിടെ ഗവർണറായിരുന്നു. ശ്രീ NN വാഞ്ചു ഇവിടെ ഗവർണറായിരുന്നു. നമ്മൾ ശ്രീമതി ജ്യോതി വെങ്കിട്ടച്ചെല്ലത്തിൻ്റെ പേര് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത് എന്തിനാണ്? അല്ല, ശ്രീമതി റാം ദുലാരി സിൻഹയുടെ പേര് മാത്രം എന്തിനാണ് പറഞ്ഞു പോണത്? സ്വരൂപ് സിംഗ് ഗവർണറായിരുന്നു. B. രച്ചയ്യ ഗവർണറായിരുന്നു. P. ശിവശങ്കർ ഗവർണറായിരുന്നു. ശ്രീ ഖുർഷിദ് ആലം ഖാൻ കേരളത്തിലെ ഗവർണറായിരുന്നു. ജസ്റ്റിസ് സുഖ്ദേവ് സിംഗ് കാങ് കേരളത്തിൽ ഗവർണറായിരുന്നു. തീരുന്നില്ല. ഇവിടെ അദ്ദേഹത്തിന് ശേഷം നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ ശ്രീ RL ഭാട്ടിയ കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീ RS ഗവായ് കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീ MOH ഫാറൂഖ് കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീ നിഖിൽ കുമാർ കേരളത്തിലെ ഗവർണറായിരുന്നു. ശ്രീമതി ഷീലാ ദീക്ഷിത്തും കേരളത്തിലെ ഗവർണറായിരുന്നു 2014 ആണ്ടിൽ. ഇവിടെ അതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആദരണീയനായ, ഇപ്പോഴും അദ്ദേഹം തൊട്ടപ്പുറത്ത് തമിഴ്നാട് സംസ്ഥാനത്തുണ്ടല്ലോ, ജസ്റ്റിസ് P. സദാശിവം ഗവർണറായിരുന്നില്ലേ ഒരു മുഴുവൻ ടേമും? ഇവരോടെല്ലാം ഇങ്ങനെയാണോ? അപ്പോൾ ഗവർണർമാർ അറിഞ്ഞ് ഗവർണർമാരുടെ ഒത്താശയോടെ അല്ലെങ്കിൽ ഗവർണർമാരെ അതിനെ പ്രേരിപ്പിച്ച് ഈ വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിൽക്കുക എന്ന് പറയുന്നത് പോലെ രാജ്ഭവൻ അത്തരത്തിൽ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ ഈ കുടിലർ നിറഞ്ഞ ഹസ്തിനപുരിയിലെ ശകുനിയായി ഗവർണർമാർ വേഷം കെട്ടിയാടുകയും അതിൻ്റെ മറ്റ് ഈ അവരുടെ സഹായികളും സിൽബന്ദികളും ഒക്കെയായി രാജ്ഭവനിലെ അവരുടെ ഈ മറ്റ് ആളുകളെല്ലാം അവരത്തരത്തിൽ ഇപ്പോൾ രാജ്ഭവനിലേക്ക് പുതുതായി തന്നെ അത്തരത്തിൽ പല ആളുകളെയും മുമ്പും ഇപ്പോഴുമെല്ലാം നിയമിച്ചിട്ടുണ്ടല്ലോ. ഇരിക്കട്ടെ, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 152 മുതൽ 167 വരെയും ആർട്ടിക്കിൾ 213 സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിരവധി വന്ന വേളകളിൽ ഇതിനെ സംബന്ധിച്ച് ഒടുവിൽ ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് നിയമിക്കുന്നവർ സംസ്ഥാന സർക്കാരുകളുമായി പൊരുത്തപ്പെട്ടു പോവുക, മിക്കവാറും അത്തരത്തിൽ ഇന്ത്യയിലെ അന്ന് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കർ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരത്തരത്തിൽ അവർ വാക്ക് അദ്ദേഹം ഉപയോഗിച്ച ജെന്റിൽമാനായി, അവർക്ക് വഴികാട്ടിയായി, അവരുടെ ഉപദേശിയായി, അവരുടെ സഹായിയായി അത്തരത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ ഈ വാചകങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ്.
പക്ഷേ കാലം പിന്നീട് തെളിയിച്ചത് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇന്നിപ്പോൾ ഒരു RSSകാരൻ, മുരത്ത RSSകാരൻ ആയിക്കോട്ടെ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ പേര് പറഞ്ഞില്ല. ആ മാന്യ വനിതയുടെ അത്തരത്തിൽ നിരവധി പേരുണ്ട്. അവരുടേതായ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടേതായ ലേഖനങ്ങളുമെല്ലാം അത്തരത്തിൽ നമ്മൾ വായിച്ചാൽ അത്തരത്തിലുള്ള ആളുകൾ ഈ നീതിന്യായ സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വന്ന് അവരുടെ മുന്നിലേക്കാണ് ഈ സാധാരണ ജനങ്ങൾ അവരുടേതായിട്ടുള്ള ജീവൻ്റെയും സ്വത്തിൻ്റെയും മൗലികാവകാശത്തിൻ്റെയും സംരക്ഷണത്തിന് ചെന്നാൽ ഇവരെങ്ങനെയായിരിക്കും പെരുമാറുക, വിധിന്യായങ്ങളിൽ എഴുതുക എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം. ഞാൻ ആ സംശയം ഉന്നയിക്കുന്നില്ല. കാരണം സുപ്രീം കോടതി തന്നെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഏറ്റെടുക്കുന്ന ഭരണഘടനാ ചുമതല നിർവഹിക്കുമ്പോൾ ഭരണഘടനയോടായിരിക്കണം കൂറ് എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും തന്നെ ഗവർണറിലൂടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രവർത്തിക്കാനോ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതോ ആയ ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അല്ലാത്തപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളവും ഉണ്ട്. ശ്രീ സമ്പത്ത്, ഞാൻ ചോദിക്കുന്നത് അർലേക്കറെ ഗവർണറായി കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിൽ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ CPM-ന് കഴിയുന്നുണ്ടോ? അതല്ല പക്വമതിയായ ഗവർണർ എന്ന വിശേഷണം നൽകി സർക്കാരും ഗവർണറും തമ്മിൽ ഒരു നല്ല ബന്ധത്തിന്റെ വഴികൾ കണ്ടെത്തുക, സമന്വയത്തിന്റെ പാത കണ്ടെത്തുക എന്നതിന് മുൻഗണന നൽകുകയാണോ ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? ഇപ്പോൾ ഇതുപോലെയുള്ള ഇത്തരം സംഭവങ്ങളൊക്കെ വെറുതെ എന്തിനാണ് വിവാദമാക്കുന്നതെന്ന് ശ്രീ VP ശ്രീപത്മനാഭൻ ചോദിച്ചു. ഒരു ചിത്രത്തിന്റെ പേരിലൊക്കെ എന്തിനാണ് വിവാദമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പക്വമതിയായ ഗവർണർ എന്ന ആ വിശേഷണം തിരുത്തുമോ അതോ അതിൽ നിൽക്കുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രീപത്മനാഭൻ അദ്ദേഹം അഡ്വക്കേറ്റാണ്. ബിക്കോസ് ഞങ്ങൾ ഈ ലേണഡ് ഫ്രണ്ട്സ് എന്നൊക്കെയാണ് വക്കീലന്മാർ പറയാറുള്ളത് പരസ്പരം. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അത്തരത്തിൽ നേരിട്ട് ഒരു കേസിന് ഹാജരായിട്ടില്ല. എങ്കിലും ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒറ്റ സെക്കൻഡ്, ഞാൻ ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല ഗോപികൃഷ്ണൻ. ജസ്റ്റിസ് P. സദാശിവം കേരളത്തിൽ ഗവർണറായിരിക്കുമ്പോൾ കേരളത്തിൽ LDF ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെൻറ് ആരുടേതായിരുന്നു എന്നുള്ളത് നല്ല ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിത്വം സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് താനൊരു കൃഷിക്കാരനാണ്, ആ കുടുംബത്തിൽ നിന്നാണ് വന്ന് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആർക്കും അത്തരത്തിൽ ഇടപെടാൻ കഴിയുമായിരുന്നത്. അദ്ദേഹം അത്തരത്തിൽ രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കിയൊന്നും മാറ്റിയില്ല. കേരളത്തെ അദ്ദേഹം വാസ്തവത്തിൽ ഒരു അമ്മ തൻ്റെ മക്കളെ കാണുന്നത് പോലെ കേരളീയരെ കണ്ടയാളാണ്. അതിനപ്പുറമായി മറ്റൊരാളെ നമുക്ക് പ്രതിഷ്ഠിക്കാനായി ഉണ്ടോ? നമുക്ക് ഗവർണറാണ് അർലേക്കർ എന്ന നിലപാടിൽ ഇപ്പോഴും ഉണ്ടോ താങ്കൾ, അതോ ഇല്ലയോ ഈ സംഭവത്തിന് ശേഷം? അതാണ് എന്റെ ചോദ്യം. അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. പക്വമതിയായ ഗവർണറായി തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഗവർണർ എന്നുള്ള ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന കാലത്തോളം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. സംഭവിച്ചിട്ടുള്ള കാര്യം ഒറ്റ സെക്കൻഡ് എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടേതായ ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത്തരത്തിൽ ഒരു ചിത്രമില്ല? പ്രൈം മിനിസ്റ്റർ ഓഫീസിലല്ല, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ തന്നെ ഔദ്യോഗിക വസതിയിലാണ്. സ്വന്തം നമുക്കെല്ലാം ഈ സ്വകാര്യ വസതികൾ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിൽ അങ്ങനെ ഗവർണർമാരായിട്ടുള്ളവരോ മറ്റാരെങ്കിലും അത്തരത്തിൽ ചെയ്താൽ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനില്ല ഇക്കാര്യത്തെ സംബന്ധിച്ച്. എന്നാൽ ഗവർണർമാർ അത്തരത്തിൽ തങ്ങളുടേതായ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുമ്പോൾ രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് ഇടയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. VP ശ്രീപത്മനാഭൻ, കയ്യിൽ കാവിക്കൊടിയുമായി നിൽക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രം അത് നമ്മുടെ ദേശീയ ചിഹ്നമായോ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ചിത്രമായോ പരിഗണിക്കാൻ കഴിയില്ല. അത് RSS വേദികളിൽ മാത്രം കണ്ടു പരിചയിച്ച ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ചിത്രം വരുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇതാണ് P. പ്രസാദ് ആ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നതിനും ചടങ്ങ് മറ്റൊരു സ്ഥലത്ത് നടത്തുന്നതിനും കാരണമായി പറഞ്ഞത്. പക്ഷേ രാജ്ഭവൻ പറയുന്നു എന്താണ് ചിത്രത്തിന് കുഴപ്പം എന്ന് രാജ്ഭവൻ ചോദിച്ചു. അതിന് സർക്കാർ മറുപടി നൽകിയില്ല എന്നാണ്. ഇവിടെ അർലേക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹം RSS ശീലങ്ങളിൽ വളർന്നയാളാണ്. അദ്ദേഹം അടിമുടി ഒരു RSSകാരനാണ്. ആ രാഷ്ട്രീയം അദ്ദേഹം പുറത്തെടുത്തു എന്ന് കേരളത്തിൻ്റെ പൊതുജനങ്ങൾക്ക് വായിക്കാൻ പാകത്തിലല്ലേ ഇപ്പോൾ ഈ വിവാദം വന്ന് നിൽക്കുന്നത്? ശ്രീ VP ശ്രീപത്മനാഭൻ.
ഗോപികൃഷ്ണൻ, ഈ രാജ്യത്തെ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകളിൽ ഇന്ന് ബഹുഭൂരിപക്ഷവും RSSും BJPയും സംഘപരിവാറുമായൊക്കെയായി സംഘപരിവാർ പ്രസ്ഥാനം ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതെന്തുകൊണ്ടറിയോ? അത് ഈ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ മാറ്റമാണ്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. മഹാത്മാഗാന്ധിജിയുടെ ജന്മനാട് ഗുജറാത്തിൽ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് 41 കൊല്ലമായി, 41 ഇയേഴ്സ്. 1984 ശേഷം 84 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 84 അവസാനം 85 രാജ്യത്തിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം കോൺഗ്രസ് ഗുജറാത്തിൽ ജയിച്ചിട്ടില്ല. 41 കൊല്ലത്തിന് ശേഷം ആയി. ഇനി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കോൺഗ്രസ് 6ാമത്തെ 0 വാങ്ങി നിൽക്കുക, 6ാമത്തെ 0. ഇതാണ് അവസ്ഥ. ഈ രാജ്യത്തൊരു രാഷ്ട്രീയ മാറ്റം വന്നു. ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്നും പുറത്തിറങ്ങിയ ആളുകളുമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല. രാജ്ഭവനുകളിൽ മുൻ RSSുകാർ, മുൻ BMSുകാർ, മുൻ ABVPക്കാർ, മുൻ BJPക്കാരൊക്കെയാണ്. അത് ഈ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ മാറ്റമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3ാം തവണയും മോഡി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. കോൺഗ്രസിന് ഇന്ത്യയിൽ 3 മുഖ്യമന്ത്രിമാരേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇന്ന് 5ാം സ്ഥാനത്ത്. 5ാം സ്ഥാനം. അതായത് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെയും പുറകിൽ. കോൺഗ്രസിന്റെ മറ്റൊരു ഉറച്ച കോട്ട ആന്ധ്രാപ്രദേശ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ കൂടെ നിന്നവർ. അവിടെ കോൺഗ്രസ് ഇന്ന് 0-മാണ്, 0. അപ്പോൾ ഈ രാജ്യത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ കോൺഗ്രസ് താഴോട്ട് പോവുകയും BJP, അതായത് സംഘപരിവാർ RSSുമായി ബന്ധപ്പെട്ട ആളുകൾ മേലോട്ട് വരികയും ജനഹൃദയങ്ങൾ സ്ഥാനം നേടുകയും ചെയ്തു. പിന്നെ ഞങ്ങളെ ഗവർണർമാരെ കുറ്റം പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. 1996 ലാൽകൃഷ്ണ അഡ്വാനി ഒരു വാക്കുപയോഗിച്ചു, ഗവർണേഴ്സ് ആർ ബിഹേവിങ് ലൈക്ക് സുപ്പാരീസ്. ഈ സുപ്പാരി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ ഈ വാടക കൊലയാളികൾക്ക് ഉപയോഗിക്കുന്ന ഒരു കൊളോക്കിയൽ ടേമാണ്. അയാൾ ആരെ ഉദ്ദേശിച്ചറിയാം അദ്വാനിജി? ഒന്ന് വെങ്കിട സുബ്ബയ്യ, 89 SR ബൊമ്മയെ പിരിച്ചുവിട്ട വെങ്കിട സുബ്ബയ്യ. മറ്റൊന്ന് നമുക്കറിയാം രമേഷ് ഭണ്ഡാരി, അതായത് ഉത്തർപ്രദേശിലെ ഗവൺമെന്റിനെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും പിരിച്ചുവിട്ട രമേഷ് ഭണ്ഡാരി. കൃഷ്ണപാൽ സിംഗ് ഗുജറാത്തിലെ. ഇതൊക്കെ ചെയ്തവരല്ലേ കോൺഗ്രസ്സുകാർ. എന്താ SR ബൊമ്മ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്? The majority of a government has to be proved inside the house, not on the veranda of the governor. രാജ്ഭവൻ. ഈ ഒരു സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഭൂരിപക്ഷം നിയമസഭയ്ക്കകത്താണ് തെളിയിക്കേണ്ടത്, ഗവർണറുടെ രാജ്ഭവന്റെ വരാന്തയിലല്ല എന്ന് ഈ രാജ്യത്തിലെ സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ചവരായി കോൺഗ്രസ്സുകാർ. എത്ര എണ്ണത്തിനെ പിരിച്ചുവിട്ടു? 49 എണ്ണത്തിനെ ഇന്ദിരാഗാന്ധി മാത്രം പിരിച്ചുവിട്ടു. 49 എണ്ണത്തിനെ. 11 എണ്ണത്തിന് മൻമോഹൻ സിംഗും 11 എണ്ണത്തിന് നരസിംഹറാവും പിരിച്ചുവിട്ടു. മൊത്തം കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ 78 സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു. ഇവരാണ് ഗവർണർമാരെ കൊണ്ട് വാടക കൊലയാളികളെ പോലെ, വാടക ഗുണ്ടകളെ പോലെ പ്രവർത്തിപ്പിച്ചത്. അതാണ് ലാൽകൃഷ്ണ അഡ്വാനി ആ വാക്കുപയോഗിച്ചത്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത് രാജ്ഭവന്റെ വരാന്തയിലല്ല ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്, നിയമസഭയ്ക്കകത്താണ് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത്. ഉത്തർപ്രദേശിൽ 2 പെട്ടി നിയമസഭയ്ക്കുള്ളിൽ വെച്ച് വോട്ട് ചെയ്യുക എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് കല്യാൺ സിംഗിന് ജയിക്കേണ്ടി വന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ചെയ്തവരാണ് ഇവർ. ഇവരാണ് ഒരു ചിത്രത്തിൻ്റെ പേരിൽ ഇവർ വലിയ ബഹളം ഉണ്ടാക്കുന്നത്. വീടിന് തീ കൊടുത്തവരാണിവർ. ഇന്ത്യൻ ജനാധിപത്യത്തിന് തീ കൊടുത്തവരാണിവർ. ആ ചെയ്തവരാണ് ചുമരുമ്പിൽ വെച്ച ഒരു ചിത്രത്തിൻ്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പം ഈ പറയുന്നതൊക്കെ ഹമ്പക്കാണ്. ഇതൊക്കെ ചെയ്ത് ജനമനസ്സുകളിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട് ഇന്ന് രാജ്യത്ത് തുടർച്ചയായി അധികാരം നഷ്ടപ്പെട്ട് കേവലം 3 സംസ്ഥാനങ്ങളുടെ ഭരണത്തിൽ മാത്രം ഒതുങ്ങി ഗവർണർമാരെ നിയമിക്കാനും നിശ്ചയിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന അധികാരങ്ങളൊക്കെ ഇന്ന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് പല പ്രശ്നം ഉണ്ടാവും. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം ഭാരതാംബയുടെ കാവി പതാകയെ പറ്റി, ഇതാ അഭിനീന്ദ്ര എന്താ പറയുക ടാഗോർ
അദ്ദേഹം വരച്ചതാണ് ഈ ഭാരതാംബ. ആദ്യമായി ഭാരതാംബ വരയ്ക്കുന്നത് അദ്ദേഹമാണ്. അത് നിങ്ങൾ നോക്കൂ, അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരതാംബ 4 കൈകളുള്ള കാവി വസ്ത്രം ധരിച്ച ഒരു അമ്മ, ഒരു കയ്യിൽ വെള്ളവസ്ത്രം, ഒരു കയ്യിൽ എന്താ പറയുക കതിര്, മറ്റൊരു കയ്യിൽ രുദ്രാക്ഷമാല, വേറൊരു കയ്യിൽ വേദങ്ങൾ. ഇതാണ് ആദ്യത്തെ വരച്ച്. അതിൽ കാവ്യാണ്. ആ വസ്ത്രം നോക്കൂ, കാവ്യാണ്. അത് പിന്നീട് പല ഭാവനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി പലരും വരച്ചു. ഇന്ന് പൊതുവായി ഉപയോഗിക്കുന്നത് ഗവർണറുടെ രാജ്ഭവനിൽ വെച്ചതാണ്. അത് അവിടെ ഗവർണർ വെക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്നോ. അല്ലല്ല ശ്രീ വി പി ഞാൻ ചോദിച്ചത് അംഗീകൃത ദേശീയ ചിഹ്നങ്ങളുടെ ഭാഗമായി ഈ ഭാരതാംബയുടെ ചിത്രമുണ്ടോ എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? സമ്പത്ത് സാറിന് അറിയാലോ, സംതിങ് വിച്ച് ഈസ് നോട്ട് പ്രോഹിബിറ്റഡ് ഈസ് പെർമിസബിൾ. ഈ രാജ്യത്ത് ഭരണഘടനയിലും നിയമത്തിലുമൊക്കെയുള്ള ഒരു അടിസ്ഥാന സങ്കല്പമാണ്. പാടില്ല എന്ന് പറയാത്തത് അത് ആർക്കും ചെയ്യാം. നിങ്ങൾ ആരാ എതിർത്തത്? ആരാ ഇത് പാടില്ല എന്ന് പറഞ്ഞത്? ശരി, ഏത് പുസ്തകത്തിലാ പറഞ്ഞത്? ഏത് കോടതിയാ പറഞ്ഞത്? സാർ ഞാൻ കേട്ടു, ഞാൻ വരാം. പറയാ. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം ഞാൻ ശ്രീ ജിൻഡോയിലേക്ക് ഞാൻ വരും വളരെ പെട്ടെന്ന്. ശ്രീ സമ്പത്ത് സാർ, ഞാൻ മറുപടി പറയാൻ സമയം തരാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ ജിൻഡോ. ഭരണത്തിലിരുന്നപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ച് കോൺഗ്രസ് നടത്തിയ വേട്ടയെക്കുറിച്ച് ആണ് ശ്രീ വി പി ശ്രീപത്മനാഭൻ പറഞ്ഞത്. മറുപടി. ശ്രീ ഗോപി, ഇതിൽ കോൺഗ്രസിന്റെ പരാജയത്തെക്കുറിച്ചാണ് ഇന്നും BJP നേതാക്കന്മാർ പറയുന്നത്. 11 വർഷമായിട്ട് ഇവർ ഈ രാജ്യം ഭരിക്കുകയാണ്. കേരളത്തിലെ രാജ്ഭവനിൽ ഭാരതാംബ എന്ന് പറഞ്ഞ് ഇവർ വെച്ച് ആരാധിക്കുന്ന ഒരു ചിത്രം വെച്ചതിനെതിരെ കൃഷി മന്ത്രി പി പ്രസാദ് പ്രതിഷേധിക്കുകയും കേരളത്തിലെ പൊതുസമൂഹം മൊത്തം അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തതിൽ കോൺഗ്രസിനെ തെരഞ്ഞു പിടിച്ച് ആക്ഷേപിക്കുന്ന ശ്രീപത്മനാഭനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് ഏത് ഭാരതാംബയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ അപനീന്ദ്രനാഥ് വരച്ച 1905 ഭാരതാംബയാണ് ഇത്. ഈ ഭാരതാംബയുടെ കയ്യിൽ കതിരും പുസ്തകവും ജപമാലയും ഒന്നുമല്ലല്ലോ കാണുന്നത്. ഈ ത്രികോണ കാവിക്കൊടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംഹത്തിൻ്റെ തലയിൽ കയറിയിരിക്കുന്ന ഭാരതാംബയെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതാരാ വരച്ചത്? ആ പേരറിയാത്ത ഏതോ RSSകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഭാരതാംബയെ ആരാധിക്കാൻ കേരളത്തിലെ പൊതുബോധമുള്ള പൗരബോധമുള്ള ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഞങ്ങൾക്ക് തയ്യാറാകാൻ പറ്റില്ല. ഞങ്ങൾ തയ്യാറല്ല. 1949 നവംബർ 30 ഓർഗനൈസറിൽ ഒരു ലേഖനമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കില്ല, മനുസ്മൃതിയാണ് ഭരണഘടനയായിട്ട് നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന്. ആ നിലപാടിൽ നിങ്ങൾ മാറിയോ? നിങ്ങൾ 10-70 കൊല്ലക്കാലം ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാക ഉയർത്താൻ മടിച്ചിരുന്ന ആളുകളാണ്. ദേശീയ പതാകയ്ക്ക് പകരം ഇന്ന് നിങ്ങൾ ആരാധിക്കുന്ന ഈ ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന ത്രികോണ കാവിക്കൊടി ഉയർത്തണമെന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഈ രാജ്യത്ത് എത്ര സംസ്ഥാനം ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ 40% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ രാജ്യം ഭരിക്കുമ്പോൾ 60% ആളുകൾ നിങ്ങൾക്കെതിരാണ് ഈ രാജ്യത്തെന്നുള്ള ബോധ്യം കൂടി നിങ്ങൾക്കുണ്ടാകണം. ഞങ്ങൾ 3 സംസ്ഥാനത്തെ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ഞങ്ങൾ പോരാടുന്നുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ കാലം പ്രതിഷേധത്തിലും പോരാട്ടത്തിലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. നിങ്ങൾ കൂടുതൽ കാലം ഒറ്റുകൊടുക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. ഡോക്ടർ സമ്പത്ത് സാർ, താങ്കൾ നേരത്തെ കൈ ഉയർത്തിയിരുന്നു, അതിന് മറുപടി പറയാം. ഞാൻ ഈ അതെ ഞാൻ അതങ്ങ് പറഞ്ഞങ്ങ് നിർത്താം. ഞാൻ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനുമായി ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തിപരമായ ഒരു അകൽച്ചയിലുമല്ല ഇത് പറയുന്നത്. ഒന്ന്, ഗവർണർമാർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, അതൊന്നും ആരും ചോദ്യം ചെയ്യാനായി കഴിയില്ല എന്നൊരു അഭിഭാഷകൻ അത്തരത്തിൽ പൊതുസമൂഹത്തോട് പറയുന്നത് ശരിയല്ല. കേട്ടല്ലോ. സുപ്രീം കോടതി തന്നെ എത്രയോ തവണ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞില്ലേ, ഗവർണർമാർ അങ്ങനെ ഭരിക്കണ്ട എന്ന് പറഞ്ഞത്. ഏതിലാണ് പറഞ്ഞത്? ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നതും അതിങ്ങനെ തട്ടിക്കളിക്കുന്നത് പോലെ രാഷ്ട്രപതിക്ക് അയക്കുന്നതും തങ്ങൾക്ക് ഇതിനെല്ലാം അധികാരമുണ്ട് എന്നും ആരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുമുള്ളത്. അത്തരത്തിലുള്ള നിലപാടിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തൊരു നിലപാടുണ്ട്. അഭിഭാഷകരായ നമ്മളെങ്കിലും ആദ്യം ഇക്കാര്യത്തെ സംബന്ധിച്ച് ബഹുമാനപൂർവ്വം അംഗീകരിക്കണ്ടേ? പൊതുസമൂഹത്തോടും നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കമുള്ള പ്രേക്ഷകരോട് തെറ്റായ കാര്യങ്ങൾ അത്തരത്തിൽ ധരിപ്പിക്കരുത്.
നമ്മളിവിടെ ഇരുന്ന് ചർച്ച നടത്തുന്ന ഷീബൻ പനവൻ അറിയേണ്ടത് ഇത് RSSന്റെ ഏതെങ്കിലും ഒരു ബൈഠക്കിലല്ല, ഇത് പൊതുസമൂഹത്തോടാണ്. ഇറ്റ് ഇസ് ഗോയിങ് ലൈവ് ഇൻ ദ എയർ. ഇവിടെ ഒരു കാര്യം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 51A മൗലികാവകാശങ്ങളിലുള്ള 19(1)A അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യയുടെ ദേശീയ ഗാനവുമാണ് ഏറ്റവും സർവാദരണീയമായിട്ടുള്ളത്. അവിടെ വേറെ ഭാരതാംബയും കാവിക്കൊടിയും മറ്റേതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒന്നും പാർട്ടികളുടെ കൊടികൾക്കൊന്നും അവിടെ ഒരു സാധ്യതയുമില്ല, അത്തരം ഒരു കാര്യവുമില്ല. രാജ്ഭവൻ എന്നുള്ളത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു RSSകാരൻ ഗവർണറായി വന്നതുകൊണ്ടാണ് എന്നാണ് എങ്കിൽ, ഒരു RSSകാരൻ നാളെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി വന്നാൽ സുപ്രീം കോടതിയിൽ തൻ്റെ ഇരിപ്പിടത്തിന് പിന്നിലായി ഇത്തരത്തിലുള്ള പടങ്ങൾ വെച്ചാൽ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് ശ്രീ പത്മനാഭൻ പറഞ്ഞാൽ, നാളെ ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ ഇത്തരത്തിൽ അവരുടെ ഔദ്യോഗിക മുദ്രയ്ക്ക് പകരം ഇന്ത്യയുടെ ആ അശോക സ്തംഭത്തിന് പകരം ഇതെല്ലാം അവിടെ പ്രതിഷ്ഠിക്കുന്നത്, ഇതെല്ലാം ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണെങ്കിൽ, അധികാരമല്ല വലുത്, ജനങ്ങളാണ് വലുത്. ശരിയായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അധികാരത്തിൻ്റെ ഹുങ്ക് തലയ്ക്ക് പിടിച്ചാൽ, മത്തു തലയ്ക്ക് പിടിച്ചാൽ ആരെക്കൊണ്ടും പിന്നെ അഹങ്കാരത്തെക്കാൾ അപ്പുറമായി മറ്റൊന്നുമില്ല അധപ്പതിക്കാനായി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ചരിത്രം നമ്മളോട് അതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അറിയണം ശ്രീ പത്മനാഭൻ, നമ്മുടെ സ്വന്തം നിഴല് പോലും ഭൂമിയിൽ വീഴുന്നത് സൂര്യൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്നുള്ളത്. ജനങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് നേതാക്കന്മാർ ഉയർന്നു വരുന്നത്. ചരിത്രങ്ങൾ രചിക്കാനായി കഴിയുന്ന ജനങ്ങളുടെ കരുത്ത് കൊണ്ടാണ്. രാഷ്ട്രം നിർമ്മിക്കുന്നത് ജനങ്ങളുടെ ചോരയും കണ്ണുനീരും വിയർപ്പും കൊണ്ടാണ്. അവിടെ ഭരണാധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിൽ നിയമിക്കുന്നു, അവരെ ആരെയും ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് വെച്ചാൽ അധികാരമാണ് സർവസ്വവും, അധികാരത്തിൻ്റെ ഹുങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ളതാണ് എങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഓർക്കുക, ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികത്തിലേക്ക് ജൂൺ 25 പ്രവേശിക്കുമ്പോഴും ഓർക്കണം, വക്കീലന്മാരായ നമ്മളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ശ്രീ പത്മനാഭൻ, ജൂലൈ 22 എന്നുള്ളത് നമ്മുടെ ദേശീയ പതാകയുടെ ദിനം കൂടിയാണ് എന്നുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ദേശീയ പതാകയായി, ത്രിവർണ്ണ പതാകയെ അങ്ങനെ അംഗീകരിച്ചത് ജൂലൈ 22 ആയതുകൊണ്ടാണ്. അതുകൂടി അറിയണം. ഇതെല്ലാം മാറ്റിമറിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളെ സ്വർഗ്ഗകുമാരികളല്ലോ എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് ഭരണഘടനയെ മുഴുവൻ അപ്പാടെ തച്ചു തകർത്തു കളയാമെന്ന് വ്യാമോഹിക്കുന്നത് അത് ഒരു കാരണവശാലും നല്ലതല്ല. ആരോഗ്യകരമായ ജനാധിപത്യ പ്രവണതയല്ല. രാജ്ഭവൻ തെറ്റുപറ്റി, ആ തെറ്റുപറ്റി എന്നുള്ളത് രാജ്ഭവനാണ് പറയേണ്ടത്, തെറ്റുപറ്റി എന്ന് പറയേണ്ടത്. ഇവിടെ ഭരണഘടനയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ഗവൺമെന്റ് പാലിക്കേണ്ടതായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ചുള്ളതിൽ ഇന്ന് കേരളത്തിന്റെ കൃഷിമന്ത്രി സഖാവ് പ്രസാദ് എടുത്ത നിലപാട് അഭിനന്ദനാർഹമാണ് എന്ന് മാത്രമല്ല, അതായത് ഇപ്പോൾ ഭാരതാംബയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ രാജ്ഭവൻ നിർബന്ധിച്ചതിനെയും ഗുരുമൂർത്തിയെ ക്ഷണിച്ച് അവിടെ പ്രസംഗിപ്പിച്ചതിനെയും ഒക്കെ ഒരു RSSകാരനായ ഗവർണറുടെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഇടപെടലായി CPM മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയാണോ CPM കാണുന്നത്? ആരെ വിളിക്കുന്നു എന്നുള്ളത്, ആരെ ക്ഷണിതാവാക്കുന്നു എന്നുള്ളതെല്ലാം രാജ്ഭവൻ്റെ കാര്യങ്ങൾ. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള അത്തരത്തിൽ പറയാൻ കൊള്ളാത്തതായിട്ടുള്ള ചില ആളുകളെ അടക്കം, ചില മാധ്യമപ്രവർത്തകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെ അടക്കം ഇതേ രാജ്ഭവനിൽ വിളിച്ചിരുത്തി അവിടെ അത്തരത്തിൽ വിരുന്ന് നൽകിയതും അവരെല്ലാം അത് പിന്നെ അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടത് പിൻവലിച്ചതും ഗോപികൃഷ്ണൻ ഓർമ്മയുണ്ടല്ലോ. താങ്കളെ വിളിച്ചില്ലല്ലോ, താങ്കളുടെ ചങ്ങാതിമാരെ വിളിച്ചില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളോട് അതൊന്നും ഞങ്ങൾക്ക് യോജിപ്പുള്ള കാര്യങ്ങളല്ല. എന്നാൽ ഭരണഘടനാ ലംഘനമുണ്ടായാൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി, ഇത് രാജ്ഭവൻ്റെ പരിപാടിയല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണ്. ഓർക്കുക, അവിടെ നടത്തിയത് രാജ്ഭവനാണ് എന്നുള്ളത് കൊണ്ട്, ഭരണഘടനാ തലവനെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആദരവ് നൽകുന്നു. മുൻകാലങ്ങളിലും അത്തരത്തിൽ അവിടെ വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ട്, അങ്ങനെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഗവർണർ ചെയ്ത മറ്റൊരു കാര്യം, കേരളത്തിലെ കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രതിനിധി അടക്കം ഒഴിവാക്കി എന്നുള്ളതാണ്. ശരി ഡോക്ടർ സമ്പത്ത്, ഏതായാലും പക്വമതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച ഗവർണറുടെ നിർബന്ധമാണ് ഇന്ന് ഉണ്ടായ വിവാദത്തിന് പിന്നിലെങ്കിൽ, രാജ്ഭവനും സർക്കാരും ഇതുവരെ സ്വീകരിച്ചിരുന്ന പുതുതായി തുടങ്ങിയ സമന്വയത്തിന്റെ പാതയിൽ കല്ലുകടി തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ടി വരും. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വിവാദം എങ്ങനെ മൂർച്ഛിക്കും എന്ന് കാത്തിരുന്ന് കാണണം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.